അങ്ങനെ കുള്ളുദശേരിയുടെ അവസാനത്തെ ചടങ്ങായ രഥഘോഷയാത്ര ചടങ്ങ് നടക്കാനായിട്ട് പോവാണ് കേട്ടോ. ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ദാൽപൂർ മൈതാനം ഭയങ്കര ക്രൗഡഡ് ആയിട്ടോ. ഘോഷയാത്ര സമാപിക്കുന്നതോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കും. ബാക്കിയുള്ള ചടങ്ങുകൾ ഈ 7 ദിവസവും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. 7ാമത്തെ ദിവസത്തെ രഥഘോഷയാത്രയോടുകൂടി കുള്ളുദശേര മൊത്തത്തിൽ അവസാനിക്കുകയും ചെയ്യും. ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ദേവീദേവന്മാരെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാരണം അവരുടെ സന്തോഷ പ്രകടനങ്ങൾ നമുക്ക് വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കുളുവിൻ്റെ പ്രധാന ദേവനായിട്ടുള്ള രഘുനാഥൻ്റെ രഥം നീങ്ങുന്നതുവരെ ദാൽപൂർ മൈതാനം വളരെ സമാധാനത്തിലായിരുന്നു. പിന്നീട് ഇവിടെ നിന്നുള്ളത് ഒരു തിക്കിൻ്റെയും തിരക്കിൻ്റെയും കഥയാണ്. മൊത്തത്തിൽ തിക്കിയും തിരക്കിയും തള്ളിയും നീക്കിയും നമ്മളെ അവർ ദാൽപൂർ മൈതാനം വരെ കൊണ്ടെത്തിച്ചു. തൃശ്ശൂർക്കാരുടെ ദേശീയോത്സവമായ തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയും തിരക്ക് വന്നില്ലെങ്കിലും അത്യാവശ്യം തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെട്ടു കിട്ടും. കുറച്ച് കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടു. പിന്നെ ബാക്കിയെല്ലാം വിഷ്വൽ പറഞ്ഞു തരും. അങ്ങനെ ദേവതമാരെല്ലാവരെയും ദാൽപൂർ മൈതാനം വരെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളും വീട്ടിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മണാലി അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.